ഇന്ന് ഡിസംബർ 13, 2025. US ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോ. 3 ദിവസത്തെ പര്യടനത്തിനായി ലയണൽ മെസ്സി കൊൽക്കത്തയിൽ എത്തി. 14 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി എന്നീ 4 നഗരങ്ങളാണ് മെസ്സി സന്ദർശിക്കുന്നത്. യുദ്ധക്കെടുതി നിറഞ്ഞ ഗാസയിൽ ശീതകാല കൊടുങ്കാറ്റ് ബൈറൺ നാശം വിതച്ചു. 3 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 16 പേരുടെ ജീവൻ അപഹരിച്ചു. പേമാരിയും തണുത്തുറഞ്ഞ താപനിലയും കുടിയിറക്ക ക്യാമ്പുകളെ ചതുപ്പ് നിലങ്ങളാക്കി മാറ്റി. കൊടുങ്കാറ്റ് വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും ഷെൽട്ടറുകൾ തകരുന്നതിനും കാരണമായി. പുതുവർഷത്തിൽ തന്റെ ക്യാൻസർ ചികിത്സ കുറയ്ക്കുമെന്ന് ചാൾസ് മൂന്നാമൻ രാജാവ് പ്രഖ്യാപിച്ചു. ഈ നാഴികക്കല്ല് ഒരു വ്യക്തിപരമായ അനുഗ്രഹം എന്നും ക്യാൻസർ പരിചരണത്തിലെ പുരോഗതിയുടെ തെളിവാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. നേരത്തെയുള്ള രോഗനിർണയവും സജീവമായ ജീവിതം നയിക്കാൻ തന്നെ പ്രാപ്തനാക്കുകയും ചെയ്തു. എല്ലാ ബ്രിട്ടീഷുകാരെയും പതിവായി ക്യാൻസർ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞയാഴ്ച സ്വർണത്തിനും വെള്ളിക്കും ഉയർന്ന ഡിമാൻഡ് ഉണ്ടായിരുന്നു. രാജ്യത്തെ പെൻഷൻ ഫണ്ടുകൾക്കായി സ്വർണത്തിലും വെള്ളിയിലും ETF-കളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ റെഗുലേറ്ററുടെ ബുധനാഴ്ചത്തെ തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് നൽകിയത്. ഒരു USD 90.58 രൂപ. സർക്കാർ നയങ്ങൾ നല്ലതായിരുന്നെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിക്കുമായിരുന്നുവെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖർഗെ പറഞ്ഞു. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയുമായ നർഗസ് മുഹമ്മദിയെ ഇറാനിയൻ സുരക്ഷാസേന മഷാദിൽ നടന്ന അനുസ്മരണ ചടങ്ങിനിടെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ റഷ്യയിലെ യാരോസ്ലാവ് എണ്ണ ശുദ്ധീകരണശാലയിൽ യുക്രൈനിയൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. പ്ലാന്റിന്റെ ചില ഭാഗങ്ങൾ കത്തി നശിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ R. ശ്രീലേഖ 2025 കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് മുൻ MLA KS ശബരിനാഥൻ ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ചരിത്ര മുന്നേറ്റം. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJP വിജയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDFന് വൻ മുന്നേറ്റം.